ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജാഅത് ലി ദഅവതിഹിൽ അശ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പ്രിയ സഹോദരന്മാരെ, നാം മുർദ പഠന ക്ലാസ് 16-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമുക്ക് ഈമാനും ഹിദായത്തും തഖ്വയും സലാഹിയത്തും വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകളും അവിടുത്തെ അമാനുഷിക സംഭവങ്ങളും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പറയുന്നു, ജാഅത്ത് ലി ദഅവതിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ വിളിക്ക് ഉത്തരം ചെയ്തിരിക്കുന്നു. അൽ അശ്ജാറു, മരങ്ങൾ, സാജിദത്തൻ, വണങ്ങുന്നതായിട്ട്, തംശീ ഇലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അതുകൾ നടന്നു വരുന്നു. അലാ സാഖിൻ, തണ്ടിൻ്റെ മേലിൽ, ബിലാ ഖദമീൻ, പാദങ്ങളില്ലാത്ത തണ്ടിൻ്റെ മേലിൽ. അപ്പോൾ ഈ ബൈത്തിൻ്റെ ഉദ്ദേശം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചപ്പോൾ വൃക്ഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വന്ന് നിന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ വൃക്ഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറയായിട്ട് നിന്നിട്ടുണ്ട്. ചരിത്രത്തിൽ കാണാൻ ഒരു അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പ്രവാചകരാണെന്നതിൻ്റെ അടയാളം കാണിച്ചു തരണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ആ വൃക്ഷത്തോട് പോയി പറയുക, നിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നുണ്ട് എന്ന് പറയുക. അങ്ങനെ അദ്ദേഹം പോയി പറയുകയും ആ വൃക്ഷം അവിടെ നിന്ന് മുന്നോട്ടും പിന്നോട്ടും ഇടത്തോട്ടും വലത്തോട്ടും ഒന്ന് അങ്ങോട്ട് ആടി അത് അടിയോടെ പറഞ്ഞു നേരെ റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് നിന്നു. ഇത് കണ്ട അറാബി പറഞ്ഞു, എന്നാൽ ആ വൃക്ഷത്തോട് തിരിച്ചുപോയി അവിടെ തന്നെ നിൽക്കാൻ പറയുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനോട് ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകാൻ പറഞ്ഞപ്പോൾ അതേപോലെ തന്നെ തിരിച്ചങ്ങോട്ട് പോയി ആ മരം നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് പോയി നിൽക്കുകയും ചെയ്തു. അതുപോലെ ജാബിർ റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഖളാഉൽ ഹാജത്തിന് വേണ്ടി, അവിടുത്തെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മറയൊന്നും കാണാനില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വൃക്ഷത്തോട് ചെന്നിട്ട് ഇങ്ങോട്ട് വരാൻ ആവശ്യപ്പെട്ടു. അതിങ്ങോട്ട് വരികയും മറ്റൊരു വൃക്ഷത്തോട് അതിനോടും ആവശ്യപ്പെട്ടു. അപ്പോൾ അത് രണ്ടും ചാഞ്ഞിങ്ങോട്ട് റസൂലുള്ളാഹി തങ്ങൾ അടുത്തേക്ക് വന്നിട്ട് മറ പോലെ നിന്നു കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യം വിട്ടുകയും ചെയ്തു. അപ്പോൾ ഇത്തരം ചരിത്രങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഇത്തരം ചരിത്രങ്ങൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് സംഭവിച്ചതായ കാര്യങ്ങൾ അത് പറഞ്ഞുകൊണ്ടാണ് മഹാനായ ബൂസൂരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ബൈത്തുകൾ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബൂവത്ത് കിട്ടിയ കാലത്ത് മക്കയിൽ നടക്കുമ്പോൾ കല്ലുകളും വൃക്ഷങ്ങളും ഒക്കെ റസൂലുള്ളാഹി തങ്ങൾ നടക്കുന്ന വഴിയിലൊക്കെ അവിടത്തേക്ക് സലാം ചൊല്ലിയ സംഭവങ്ങൾ ഹദീസിന്റെ കിതാബിൽ കാണാം. എന്നിട്ട് പറയുന്നു, ജാഅത്ത് ലി ദഅവതിഹി, ബൈത്തിന്റെ അർത്ഥം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളിക്ക് ഉത്തരം ചെയ്തു വന്നിരിക്കുന്നു. അൽ അശ്ജാറു, മരങ്ങൾ, സാജിദതൻ, വണങ്ങുന്നതായിട്ട്, തംശീ ഇലൈഹി, റസൂലുള്ളാഹി തങ്ങളിലേക്ക് അത് നടന്നു വരുന്നു. അലാ സാഖിൻ, തണ്ടിൻ്റെ മേലിൽ, ബിലാ ഖദമിൻ, പാദങ്ങളില്ലാത്ത തണ്ടിൻ്റെ മേലിൽ, അഥവാ ആ മരത്തിൻ്റെ അതേ സ്ഥിതിയിൽ ഇങ്ങോട്ട് നടന്നു വരുന്നു എന്നർത്ഥം. എന്നിട്ട് ആ വന്നതിനൊക്കെ ഉദാഹരിക്കുകയാണ്, كأنما سطرت سطرا لما كتبت فروعها من بعد الخط في اللقم. كأنما سطرت, ആ വൃക്ഷം വരച്ചതുപോലെ, സത്രൻ, ഒരു വരയെ, ലിമാ കതബത്ത് ഫുറൂഉഹ, ആ വൃക്ഷത്തിൻ്റെ ചില്ലകൾ രേഖപ്പെടുത്തിയ ഒന്നിനിക്ക് വരച്ചതുപോലെ, മിൻ ബദീഇൽ ഖത്തി, നല്ല ആശ്ചര്യകരമായ നല്ല ഭംഗിയുള്ളതായ എഴുത്തിൽ നിന്ന്, ഫിൽ ലഖമി, രേഖയിൽ നിന്നും ഉദ്ദേശം നല്ല അത്ഭുതമുള്ള
രേഖയിൽ നിന്ന് നിർരേഖ വരച്ചതുപോലെ ഫില്ലഖമി വിശാലമായ വഴിയിൽ. അപ്പോൾ ഈ വൃക്ഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വന്ന ആ രൂപം അങ്ങോട്ട് വിശദീകരിക്കുകയാണ്. കഅന്നമാ സതറത്ത് സത്രൻ ലിമാ കതബത്ത്. ആ വൃക്ഷം അത് ഒരു വര വരച്ചതുപോലെ, ലിമാ കതബത്ത് ഫുറൂഹ, ആ വൃക്ഷത്തിൻ്റെ ചില്ലകൾ രേഖപ്പെടുത്തിയ ഒന്നിനിക്ക്, വരച്ച ഒന്നിനിക്ക്, മിൻ ബദീഇൽ ഖത്തി, പുതുമയറ്റ വരനാൽ, ഫില്ലഖമി വിശാലമായ വഴിയിൽ. അപ്പം വിശാലമായ വഴിയിൽ ആശ്ചര്യകരമായ നല്ലൊരു നേർരേഖ വരച്ചിട്ട് അതിലൂടെ ഇങ്ങോട്ട് വന്നതുപോലെ നല്ല കണ്ടീഷനായിട്ടാണ് ആ വൃക്ഷം ഇങ്ങോട്ട് വന്നത്. അല്ലാതെ ആടി വലഞ്ഞ് ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടും ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞുകൊണ്ടും ഒട്ടാകങ്ങനെ ഒരു വളഞ്ഞു തിരിഞ്ഞ രൂപത്തിലല്ല വന്നത്. വളരെ കണ്ടീഷനായി നല്ല സ്റ്റഡിയിൽ ഒരു നേർരേഖ അങ്ങോട്ട് വരച്ചിട്ട് അതിലൂടെ വരുന്നത് പോലെ വളരെ കണ്ടീഷനായിട്ടാണ് ആ മരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വന്നത് എന്നാണ് ആ ബൈത്ത് കൊണ്ട് മഹാനായ ബൂസരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബൈത്തിൻ്റെ അർത്ഥം കഅന്നമാ സതറത്ത്, ആ വൃക്ഷം വരച്ചതുപോലെ, സത്രൻ ഒരു വരയെ, ലിമാ കതബത്ത് ഫുറൂഹ, ആ വൃക്ഷത്തിൻ്റെ ചില്ലകൾ രേഖപ്പെടുത്തിയ ഒന്നിനിക്ക്, മിൻ ബദീഇൽ ഖത്തി, പുതുമയറ്റ നല്ല ആശ്ചര്യകരമായ വരയിൽ നിന്ന്, ഫില്ലഖമി ആ വിശാലമായ വഴിയിൽ. അപ്പോൾ വിശാലമായ വഴിയിൽ നല്ല ഒരു കണ്ടീഷൻ നേർരേഖ അത് വരച്ചിട്ട് അതിലൂടെ അങ്ങോട്ട് വരുന്ന മാതിരിയാണ് ഈ വൃക്ഷം വന്നത് എന്നർത്ഥം. എന്നിട്ട് പറയുന്നു, മിസ്ലൽ ഗമാമതി അന്നസറ സൈറത്തുൻ തഖീഹി ഹർവതി സില്ലിൽ ഹാജിരി ഹമി. മിസ്ലൽ ഗമാമത്തി, അതുപോലെ മറ്റൊരു മുഅ്ജിസത്ത് നമുക്ക് സാദൃശ്യപ്പെടുത്തി പറയുകയാണ്. ഈ വൃക്ഷങ്ങൾ വന്നത് ഏതുപോലെയും, മിസ്ലൽ ഗമാമത്തി, മേഘം ആയതായ നിലയിൽ, മേഘത്തിനോട് തുല്യമായതായ നിലയിൽ, അന്നാസാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിക്കുമ്പോഴൊക്കെ, സായിറത്തുൻ ആ മേഘം സഞ്ചരിക്കുന്നതാണ്, ഹിയ സായിറത്തുൻ എന്നർത്ഥം, അത് സഞ്ചരിക്കുന്നതാണ്. തഖീഹി ആ മേഘം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സംരക്ഷണമാകുന്നു, അവിടത്തേക്ക് കാക്കുന്നു. ഹർറവത്തീസിൻ അടുപ്പിലെ ചൂടിനോട് സമാനമായ ചൂടിനെ, ലിൽ ഹജീരി ഉച്ചക്കുള്ള, ഹമി പൊള്ളുന്നതായ, അപ്പോൾ കഠിനമായ ഉച്ചക്കുള്ള ചൂട് അതിനെ സാദൃശ്യപ്പെടുത്തി പറഞ്ഞതാണ്. അടുപ്പിലെ ചൂടിനോട് സാദൃശ്യമായതായ ആ ചൂടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തണൽ കൊടുത്തുകൊണ്ട് മേഘങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തങ്ങളെ കൂടെ സഞ്ചരിക്കുന്നത് പോലെ. അപ്പോൾ അതിനോട് സാദൃശ്യപ്പെടുത്തി പറഞ്ഞാണ്. അതുപോലെ ഈ മരങ്ങളും റസൂലുള്ളാഹി തങ്ങളെ വിളിക്ക് ഉത്തരം ചെയ്തു. അപ്പം ഈ ബൈത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടക്കുമ്പോൾ ഉച്ചക്കും വെയിൽ ചൂടുള്ള സമയത്തുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുകളിൽ മേഘം തണലിട്ട് കൊടുത്തുകൊണ്ട് അവിടത്തെ ചൂടിൽ നിന്ന് സംരക്ഷിക്കുന്നത് അത് സംഭവിച്ചിട്ടുണ്ട്. അത് പലരും കാണുകയും അതുപോലെ കണ്ടവർ മറ്റുള്ളവർക്ക് അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം. നമ്മൾ ചരിത്രത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നു, അബൂ ത്വാലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ചില ഖുറൈശി പ്രമുഖരുമായി ഷാമിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അവർ ആ ഷാമിലുള്ള ബഹീറ എന്ന് പറയുന്ന പുരോഹിതൻ, അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിൻ്റെ മണത്തിലിരിക്കുന്ന ആളാണ്, തീരെ പുറത്തേക്ക് ഇറങ്ങാറില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഈ വരുന്ന ഈ അരുവ് സുലൈതങ്ങൾ ചെറിയ കുട്ടിയാണ്, പക്ഷെ അദ്ദേഹത്തിനൊക്കെ അത് മനസ്സിലായി. അങ്ങനെ വരുമ്പോൾ പുറത്തിറങ്ങുകയും അവരിലേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു, ഈ കുട്ടി ആദാ റസൂലുള്ള, ഈ കുട്ടി അള്ളാഹുവിൻ്റെ റസൂലാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തുൽ ആലമീനായി അയക്കുന്ന പ്രവാചകരാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ ഖുറൈശി പ്രമുഖർ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ ഇത് മനസ്സിലായത്? അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ മക്കയിൽ നിന്ന് ഈ കുട്ടിയുമായി പുറപ്പെടുമ്പോൾ
മേഘം ആ കുട്ടിക്ക് തണലിട്ട് കൊടുക്കുന്നുണ്ട്. അടുത്ത തലയുടെ മീതെ മേഘം തണലിട്ട് കൊടുക്കുന്നു. ഒരു വൃക്ഷത്തിൻ്റെയും ഒരു കല്ലിൻ്റെയും അരികിലൂടെ ആ കുട്ടി നടക്കുന്നില്ല. ആ വൃക്ഷങ്ങളും ആ കല്ലുകളുമൊക്കെ ആ കുട്ടിക്ക് വേണ്ടി സാഷ്ടാംഗം ചെയ്യുകയും അവിടുന്ന് സലാം പറയുകയും ചെയ്തിട്ടല്ലാതെ ഈ കുട്ടി അവിടുന്ന് ഇങ്ങോട്ട് വരുന്നില്ല. വരുന്ന വരവിലൊക്കെ മരങ്ങളും കല്ലുകളുമൊക്കെ കുട്ടിക്ക് സലാം പറയുകയും അവിടുന്ന് സുജൂദ് ചെയ്യുകയുമുണ്ട്. തന്നെയുമല്ല, ഈ കുട്ടിയുടെ മുകളിൽ ഞാൻ ഖാത്തം നുബുവ പ്രവാചകത്വ ശീല് അത് ഞാൻ കാണുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയും അദ്ദേഹം വീട്ടിൽ പോയി ഈ മക്കയിൽ നിന്ന് പോയ ഈ സംഘത്തിനേക്ക് ഭക്ഷണം തയ്യാറാക്കി കഴിക്കാനിരിക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഒട്ടകത്തിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ വിളിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ വിളിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഈ ബഹീറയിലേക്ക് വരുന്ന സമയത്ത് അതാ ഒരു മരം റസൂലുള്ളാഹി തങ്ങളിലേക്ക് ചാഞ്ഞുകൊണ്ട് അവിടുന്ന് തണലിട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ മേഘം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പിന്നെ തണലിട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അവരോട് പറയുകയും ചെയ്തു. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, കണ്ടോ, നിങ്ങൾ ആ കുട്ടിയിലേക്ക് നോക്കുക. മേഘമത ആ കുട്ടിക്ക് മറയിട്ട് കൊടുക്കുന്നു. അവിടുന്ന് വെയിലിൽ നിന്ന് അവിടുന്ന് സംരക്ഷണം നൽകുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ആ മരത്തിലേക്ക് നോക്കൂ, ആ മരത്തിൻ്റെ തണല് ഈ കുട്ടിയിലേക്ക് ചാഞ്ഞു വരുന്നു എന്നൊക്കെ റസൂലുള്ളാഹി തങ്ങളിൽ നടന്ന ആ സംഭവങ്ങൾ ഈ ബഹീറ എന്ന് പറയുന്ന പുരോഹിതൻ അവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഈ സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് ഈ വിഷയം പറയുന്നത്. മിസ്ലൽ ഗമാമത്തി, മേഘം പോലെയായ നിലയിൽ, അന്നാസാറ, ആ റസൂലുള്ളാഹി തങ്ങൾ നടക്കുമ്പോഴൊക്കെ സായിറത്തുൻ ഹിയ സായിറത്തുൻ, കളയപ്പെട്ട മുത്താന്റെ ഖബർ, ആ മേഘം സഞ്ചരിക്കുന്നതാണ്. തഖീഹി, ആ മേഘം റസൂലുള്ളാഹി തങ്ങൾക്ക് സംരക്ഷണം നൽകുന്നു, അവിടുന്ന് കാക്കുന്നു. ഹെറവത്തീസിൻ, അടുപ്പിലെ ചൂടിനോട് എന്നോട് സാദൃശ്യമായ ചൂടിനെ, ലിൽ ഹജീരി, ഉച്ചയിലുള്ള ഹമി, ചുട്ടുകൊള്ളുന്നതായ. പിന്നെ പറയുന്നു അഖ്സംതു ബിൽ ഖമരിൽ മുൻഷഖി ഇന്നാ ലഹു മിൻ ഖൽബിഹി നിസ്ബതൻ മബ്റൂറത്തൽ ഖസമി. അഖ്സംതു, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സത്യം ചെയ്തു പറയുന്നു എന്നാണ് അർത്ഥം എന്നുണ്ടെങ്കിൽ ഉദ്ദേശം ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ബിൽ ഖമരി, ചന്ദ്രനെ കൊണ്ട് സത്യം ചെയ്തു പറയുന്നു, ഉറപ്പിച്ചു പറയുന്നു. അൽ മുൻഷഖി, എങ്ങനത്തെ ചന്ദ്രൻ, പിളർന്നതായ. ഇന്നലഹു, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്, മിൻ ഖൽബിഹി, അവിടുത്തെ ഹൃദയത്തിൽ നിന്ന്, നിസ്ബത്തൻ, ഒരു ബന്ധം, ഒരു സാദൃശ്യതയുണ്ട്. മബ്റൂറത്തൽ ഖസമി, എങ്ങനത്തെ സത്യമാണ് ഞാൻ ചെയ്യുന്നത്, ശരിയായ സത്യം എന്നർത്ഥം. മബ്റൂറത്തൽ ഖസമി, നേരായ ശരിയായ സത്യം, അഥവാ ഞാൻ ഉറപ്പിച്ച് ആ കാര്യം പറയുന്നു എന്നുദ്ദേശം. അപ്പോൾ ഇമാം ബൂസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ബൈത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിനോട് ഈ ചന്ദ്രനിക്ക് സാദൃശ്യതയുണ്ട്. അതെന്താ? മക്കയിലെ ഖുറൈശികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദൃഷ്ടാന്തം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതാ നിങ്ങൾ ആ ചന്ദ്രനിലേക്ക് നോക്കുക. ചന്ദ്രനിലേക്ക് നോക്കുമ്പോഴതാ അത് 2 കഷ്ണമായി പിളർന്നിരിക്കുന്നു. അങ്ങനെ 2 പിളർപ്പായി ആ ചന്ദ്രനെ കാണുകയും അതിൻ്റെ ഉള്ളിലൂടെ നോക്കിയാൽ ഓർ ഹിറ, അത് കാണുകയും ചെയ്യുന്ന രൂപത്തിൽ അത് 2ആയി പിളർന്നു. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇനി നിങ്ങൾക്ക് വിശ്വസിച്ചൂടെ? അപ്പോൾ ഖുറൈശികൾ പറഞ്ഞു, അത് ഞങ്ങൾക്കെന്തോ, ഞങ്ങളെ കൺകെട്ടിയതാണ്, മായാജാലം നടത്തിയതാണ്, അതുകൊണ്ട് അത് സഹർന, മുഹമ്മദ് ഞങ്ങൾക്ക് സിഹിർ ചെയ്തതാണ്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? കുറച്ച് ദൂരത്തേക്കുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് ആളുകളെ പറഞ്ഞയച്ചിട്ട് നിങ്ങൾക്ക് ഇത് അനുഭവപ്പെട്ടിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ നോക്കുമ്പോൾ അവർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്, എല്ലാ ഭാഗത്തും കണ്ടിട്ടുണ്ട്. ചരിത്രത്തിൽ പല ചേരമാൻ പെരുമാൾ വരെ ആ സംഭവം കണ്ടിട്ടുണ്ട് കേരളത്തിൽ നിന്ന്. അപ്പം അങ്ങനെ ആയപ്പോൾ അവർ പറഞ്ഞു, ഇത് വല്ലാത്ത സിഹർ തന്നെയാണ്. അപ്പം എന്ത്
സംഭവവികാസങ്ങൾ മുഅ്ജിസത്ത് കാണിച്ചു കൊടുത്താലും അവർ അംഗീകരിക്കൂല. ഖുർആൻ പറഞ്ഞില്ലേ, ഇഖ്തറബത്തി സാഅത്തു വൻഷഖൽ ഖമർ, ദാ ഖിയാമം അടുത്തിരിക്കുന്നു. വൻഷഖൽ ഖമർ, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു. വഇൻ യറൗ ആയതൻ, വഇൻ യറൗ ആയ, അവർ ദൃഷ്ടാന്തം കണ്ടാൽ യുരിദു, അവർ തിരിഞ്ഞു കളയും. വയഖൂലു, അവർ പറയും സിഹ്റും മുസ്തമിർ, ഇതൊക്കെ ഉറച്ച സിഹറാണ് എന്ന് അവർ പറയുകയാണ് ചെയ്യുക. ഏതാണെങ്കിലും ആ ചരിത്രത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഈ സംഭവം പറഞ്ഞത്. അതുപോലെ തന്നെ അവിടുത്തെ ഹൃദയം അത് പലപ്പോഴും കീറി അതിനെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. അഥവാ ഹൃദയത്തിൽ മനുഷ്യസഹജമായി ഉണ്ടാകാവുന്ന കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി, അവിടത്തേക്ക് ഇസ്മത്ത് കാവൽ നൽകാൻ വേണ്ടി അവിടുത്തെ ഹൃദയം കീറി സംസം വെള്ളം കൊണ്ടൊക്കെ കഴുകിയ സംഭവമുണ്ട്. ഒരിക്കൽ അലിമാബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ താമസിക്കുമ്പോൾ അവിടുത്തെ മകൻ അബ്ദുള്ളയുമായി ആടിനെ മേക്കാൻ പോയ സമയത്ത് രണ്ടാളുകൾ വന്നുകൊണ്ട് റസൂലുള്ളാഹിനെ കിടത്തി അവിടുത്തെ നെഞ്ചു കീറി. ഈ വിഷയം കണ്ടപ്പോൾ പെട്ടെന്ന് കൂടെ ഉണ്ടായിരുന്ന അലിമാബിയുടെ മകൻ അബ്ദുള്ള എന്നവർ അവിടുത്തെ കൂടിച്ചെല്ലുകയും വിഷയം പറയുകയും അലിമാബിയും ഭർത്താവും ഓടി വന്നുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ എടുത്ത് നോക്കുകയും അവിടുന്ന് സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്ത സംഭവം കാണാം. അതുപോലെ തന്നെ മിഅ്റാജിൻ്റെ രാത്രിയിൽ റസൂലുള്ളാഹി തങ്ങളെ ഹൃദയം കീറി സംസം വെള്ളം കൊണ്ട് കഴുകി അവിടെ തന്നെ ഫിറ്റ് ചെയ്ത സംഭവം. അതുപോലെ വേറെയും 2 പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാം. മൊത്തത്തിൽ 4 പ്രാവശ്യം. അപ്പം ഈ സംഭവത്തിലേക്കൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ ഈ ഹൃദയത്തിന് കീറൽ സംഭവിച്ചതുപോലെ തന്നെ ചന്ദ്രനും കീറൽ സംഭവിച്ചിട്ടുണ്ട്. അതിനെ ചന്ദ്രന്റെ കീറൽ അതും അതുപോലെ തന്നെ ഈ ഹൃദയത്തിന്റെ കീറലും രണ്ടും കൂടി സാദൃശ്യപ്പെടുത്തി പറഞ്ഞതാണ്. ഇതിന്റെ അർത്ഥം അഖ്സംതു, ഞാൻ സത്യം ചെയ്തു പറയുന്നു, ബിൽ ഖമരി, ചന്ദ്രനെ കൊണ്ട്, അഥവാ ഞാൻ ഉറപ്പിച്ചു പറയുന്നു എന്നാണ് ഉദ്ദേശം. അൽ മുൻഷക്കി, പിളർന്നതായ, ഇന്നലഹു, ആ ചന്ദ്രനിക്കുണ്ട്, മിൻ ഖൽബിഹി, അവിടുത്തെ ഹൃദയത്തോട് നിസ്ബത്തൻ, ഒരു സാദൃശ്യത, ഒരു ചേർച്ച, ഒരു സാദൃശ്യത. മബ്റൂറത്തുൽ ഖസമി, ഞാൻ നിർവാജ്യമായ ശരിയായ സത്യം സത്യം ചെയ്യുന്നു, കണ്ടീഷനായി പറയുന്നു ഉദ്ദേശം. പിന്നെ അവിടുന്ന് തുടർന്നുകൊണ്ട് പറയുന്നു, ഉദ്ദേശം ഗുഹ, അത് ഒരുമിച്ച് കൂട്ടിയ ഒന്ന്. എന്തിനാണ് ഒരുമിച്ച് കൂട്ടിയത്? മിൻ ഖൈരിൻ, നന്മയെയും, ഒമിൻ കറമിൻ, ഉദാരതയെയും, ഒക്കുല്ലു തൊർഫിൻ മിനൽ കുഫാരി, കാഫിരീങ്ങളിൽ നിന്നുള്ള എല്ലാ കണ്ണുകളും, അൻഹു, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട്, അമീ, അത് അന്ധമായതാണ്, കാണാത്തതാണ്. അപ്പോൾ ബെയ്ത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഖൈറ് കറമ് എന്ന് ബെയ്ത്ത് പറഞ്ഞത്, ഖൈറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും, കറമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുമാണ്. അപ്പോൾ എന്താണ് ഉദ്ദേശം? ഈ സൗറിൽ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അതുപോലെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും കടന്നിരുന്നു. എന്നാൽ ഖുറൈശികൾ അവർ രണ്ടാളെയും തെരഞ്ഞ് അവിടെയും എത്തിയിരുന്നു. പക്ഷേ അവരുടെ കണ്ണുകൾ എല്ലാ ഭാഗത്തേക്കും പോകുന്നുണ്ടെങ്കിലും ഈ റസൂലുള്ളാഹി തങ്ങളെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും അവർ കാണുന്നില്ല. സൗറിന്റെ അടുത്തെത്തിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ ആദ്യം അതിലേക്ക് പ്രവേശിച്ചോളാം, അതിൽ വല്ല ക്ഷുദ്രജീവികളുമുണ്ടെങ്കിൽ അവിടത്തേക്ക് അപകടപ്പെടുത്തരുത്, അവിടുന്ന് ഈ ഉമ്മത്തിനെ നയിക്കാനുള്ള നേതാവാണ്, അതുകൊണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടാവുകയാണെങ്കിൽ എനിക്കായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം കയറുകയും പിന്നീട് അതിലുള്ള ദ്വാരങ്ങളൊക്കെ മറച്ചുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ വിളിക്കുകയും, അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ക്ഷീണം കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മടിയിൽ തലവെച്ചുകൊണ്ട് ഉറങ്ങുകയും, അങ്ങനെ ആ ഒരു ഗുഹയുടെ
മുകളിൽ കാല് വെച്ചുകൊണ്ടായിരുന്നു സ്ത്രീകൾ അള്ളാഹുവിനിരുന്നത്. അതിൽ നിന്നുകൊണ്ട് സർപ്പങ്ങളും അതുപോലെ മറ്റ് ജീവികളൊക്കെ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കടിക്കുകയും അവിടെ നിന്ന് കണ്ണുനീര് ഉറ്റി റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്തേക്ക് എത്തിയപ്പോൾ മുസ്ലിം തങ്ങൾ ചോദിച്ചു, യാ അബൂബക്കർ മാ യുബ്കീക്, എന്താ നിങ്ങൾ കാര്യം, എന്താ സംഭവിച്ചത്? അവർ പറഞ്ഞു, നബിയെ, ഈ മാളത്തിൽ നിന്നതാ എന്നെ ഒരു സർപ്പം കൊത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ഉടൻ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഉണ്ണീരെടുത്ത് അവിടെ തേച്ചു കൊടുക്കുകയും ആ സർപ്പത്തിൻ്റെ വിഷം അത് പോവുകയും അതിൻ്റെ ബുദ്ധിമുട്ട് തീരുകയും ചെയ്തു. അങ്ങനെ ആ ഗുഹയിൽ കയറിയിരുന്ന സംഭവമാണ് ഇതിൽ വിവരിക്കുന്നത്. അപ്പോൾ വൈത്തിൻ്റെ അർത്ഥം വമാ ഹവൽ ഓറു, ഈ ഓർ സൗറ് ഒരുമിച്ച് കൂട്ടിയ ഒന്ന്, മിൻ ഖൈരിൻ നന്മയാലും, ഒമിൻ കറമിൻ ഔദാര്യത്താലും, അഥവാ ഖൈർ പറഞ്ഞ റസൂലുള്ളാഹി തങ്ങൾ, കറം പറഞ്ഞ സിദ്ദീഖ് അള്ളാഹു, ഒക്കുല്ലു തർഫിൻ മിൻ കുഫാരി കാഫിരീങ്ങളിൽ നിന്നുള്ള എല്ലാ കണ്ണുകളും അൻഹു ആ റസൂലുള്ളാഹി തങ്ങളെ തൊട്ട്, ഇനി ആ ഓർ സൗറിനെ തൊട്ട് അങ്ങനെയും നമീർ മടക്കാൻ രണ്ടും അവിടെ ശരിയാവും. ഹമീ അത് അന്ധമായതാണ്, കാണാത്തതാണ്. ബാക്കി فالصدق في الغار والصديق لم يرما وهم يقولون ما بالغار من آرم فالصدق في الغار, സത്യദൂതരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഓർ സൗറിലുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ലം യരിബാ അവരണ്ടാളും ആ ഗുഹയിലായിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ വഹും യഖൂലൂന ഗുഹന്റെ പരിസരത്തെത്തിയ കുഫാർ പറയുന്നു, മാ ബിൽ ഗാരി മിൻ അരിമി, ഈ ഗുഹയിൽ ആരുമില്ല. മാ ബിൽ ഗാരി ഈ ഓർ സൗറിലില്ല, മിൻ അരിമിൻ മിൻ അഹദിൻ അർത്ഥം ഒരാളുമില്ല. കാരണം അവരെ കണ്ണിൽ അത് കാണുന്നില്ല. അവരെ കണ്ണിൽ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ അല്ലാഹുവിനും കടന്നിരിക്കുന്നത് അള്ളാഹു തആല മറച്ചിരിക്കുന്നവർ കാണുന്നില്ല. അതുകൊണ്ട് അവർ എല്ലാ ഗുഹയും തപ്പുന്നുണ്ട്, എല്ലാ ഗുഹയിലേക്കും നോക്കുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നു അതിലാരില്ല, അതിലേക്ക് പോകേണ്ട കാര്യമില്ല, അത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ എല്ലാ ഗുഹയും നോക്കി ഈ ഗുഹ മാറ്റി നിൽക്കുന്നു, ഈ ഗുഹയെ മാറ്റിവെക്കുന്നു. സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ അല്ലാഹുവിനും അതിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഫസ്സിദ്ഖു ഫിൽ ഗാരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർ സൗറിലുണ്ട്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമുണ്ട്. ലം യരിമ അവരണ്ടാളും ആ ഗുഹയിലായിക്കൊണ്ടേയിരിക്കുന്നു. വഹും യഖൂലൂന അപ്പൊ അവര് പറയുന്നു, മാ ബിൽ ഗാരി ഈ ഓർ സൗറിലില്ല, മിൻ അരിമിൻ ഒരാളുമില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളോട് പറയുന്നു, നബിയെ, അവരതാ നമ്മളെ അടുത്തെത്തിയിട്ടുണ്ട്, അവരൊന്നും അങ്ങോട്ട് നോക്കിയാൽ നമ്മളെ കാണുമെന്ന് അപകടപ്പെടുത്തുമല്ലോ, നമ്മളെന്ത് ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ലന്നുക ബിസ്നൈനി, ഈ രണ്ടാളെ കുറിച്ച് നിങ്ങളെ ധാരണ എന്താണ്? സിദ്ദീഖേ റളിയല്ലാഹു അൻഹു, അല്ലാഹു സാലിസുഹുമാ, ഈ രണ്ടാളെ കൂടെ അല്ലാഹു തആലയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അതാ അവിടുന്ന് സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് അതാ മുഇസ്സത്തായിട്ട് കൊണ്ട് അപ്പുറത്ത് വലിയ ഒരു പുഴ പോലെ, സമുദ്രം പോലെ വെള്ളവും തോണിയും കാണിച്ചു കൊടുത്തുകൊണ്ട് പറയുന്നു, അവരെങ്ങാനും ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഈ തോണിയിലൂടെ ഈ സമുദ്രത്തിലൂടെ രക്ഷപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ മുഇസ്സത്ത് കാണിച്ചു കൊടുക്കുന്ന സംഭവങ്ങൾ ചരിത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഫസ്സിദ്ഖു ഫിൽ ഗാരി, സത്യദൂതരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർ സൗറിലുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ലം യരിമാ അവരണ്ടാളും അതിലായിക്കൊണ്ടിരിക്കുന്നു. ലം യസലാ എന്നർത്ഥം. വഹും യഖൂലൂന അവർ പറയുന്നു, മാ ബിൽ ഗാരി ഈ ഓർ സൗറിലില്ല, മിൻ അരിമിൻ മിൻ അഹദിൻ ഒരാളുമില്ല. ലന്നുൽ ഹമാമ വലന്നുൽ അൻകബൂത അലാ ഖൈരിൽ ബാരിയതി ലം തൻസുജ് വലം തഹൂമി. ലന്നുൽ ഹമാമ അവര് മേടപ്രാവിനെ മനസ്സിലാക്കി. വലന്നുൽ അൻകബൂത അതുപോലെ ചിലന്തിയെയും അവർ മനസ്സിലാക്കി. അലാ ഖൈരിൽ ബരിയത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലില്, ഖൈറുൽ ബരിയത്തി പറഞ്ഞാൽ മാനവരാശിയിലെ ഏറ്റവും ഉത്തമരായ റസൂലുള്ളാഹി തങ്ങളുടെ മേലില് ലൻ തൻസുജ് ആ ചിലന്തി വല നെയ്യുകയില്ല, വലൻ തഹൂമി മേടപ്രാവുകൾ കുറുകയുമില്ല. അഥവാ അവര് ഓർസൗറിൽ പ്രാവുകൾ
അവിടെ അടയിരിക്കുന്നതും അവിടെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പാറുന്നതും കാണുന്നു. അതുപോലെ തന്നെ അതിൻ്റെ മുന്നിൽ ചെലന്തിയുടെ വലയും കാണുന്നു. അപ്പോൾ അവർ പറഞ്ഞു, തമ്മമ്മര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിൻ്റെ മുമ്പ് ഇവിടെ താമസമാക്കിയ പ്രാവുകളാണ്, ഇതിക്കൊന്നും മുഹമ്മദ് വന്നിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ ഈ ചെലന്തി വല ഇവിടുന്ന് ഗുഹൻ്റെ മുഖത്തുനിന്ന് പോകുമല്ലോ, അതിലേക്ക് ആൾ കടന്നിട്ടുണ്ടെങ്കിൽ, കാരണം ചെലന്തി നന്നാക്കിൻ്റെ വല കെട്ടിയിരിക്കണം. അപ്പോൾ മനുഷ്യനതിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ സുൽത്താൻ്റെ ബാക്കിൽ തന്നെ ഇവർ ഓടിക്കുന്നല്ലോ, കടന്നിട്ടുണ്ടെങ്കിൽ ഈ ചെലന്തി വല നഷ്ടപ്പെടുമല്ലോ. അതുകൊണ്ട് അതിലാരുമില്ല, മനുഷ്യന്മാരുണ്ടെങ്കിൽ അതിൽ പ്രാവുകൾ അടയിരിക്കുകയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് കയറാൻ ഉദ്ദേശിച്ചവരെ അവർ പിന്തിരിപ്പിച്ചു. ആ സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞത്. ആ ബൈത്തിൻ്റെ അർത്ഥം ലന്നുൽ ഹമാമ, അവർ പ്രാവിനെ അവർ വിചാരിച്ചു. ഒലന്നു, അവർ വിചാരിച്ചു അൽ അങ്കബൂത്ത, ചിലന്തിയെ, അല ഖൈറിൽ ബരിയത്തി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ലൻ തൻസുജ്, അത് വലം നെയ്യുകയോ അതുപോലെ വലം തഹുമി കുറുകയോ ചെയ്യുകയില്ലല്ലോ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് അല്ലാഹു ഇതിലുണ്ടെങ്കിൽ പിന്നെ ഈ ചെലന്തികളും ഈ ചെലന്തി വലയും അതുപോലെ തന്നെ ഈ പ്രാക്കളും ഇതിലുണ്ടാവുകയില്ലല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ടതില്ല എന്ന് പറഞ്ഞു. വിഖായത്തുല്ലാഹി അഗ്നത് അമ്മുളഅഫതി മിനദ്ദുറുഇ വഅൻ അലിം മിനൽ ഉതുമി. ഇതാ അല്ലാഹുവിൻ്റെ സംരക്ഷണം, വിഖായത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ സംരക്ഷണം, അഗ്നത്ത് ഇത് ഐശ്വര്യമാക്കിയിരിക്കുന്ന മുളഅഫതി മിനദ്ദുറുഇ, അങ്കികളിൽ നിന്നുള്ള ഡബിളിനെ തൊട്ട്, അതുപോലെ വഅൻ ആലിം മിനൽ ഉതുമി, ഉയരത്തിലുള്ള സംരക്ഷണ കോട്ടയെ തൊട്ടും. അഥവാ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹു യഅ്സിമുക മിനന്നാസ്, അള്ളാഹു തആല നിങ്ങളെ ജനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മുന്നറിയിപ്പ് നൽകിയതാണ്. അതുകൊണ്ട് മക്കയിൽ വെച്ചുകൊണ്ട് വീട്ടിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു, പക്ഷേ അള്ളാഹു തആല സംരക്ഷിച്ചു. അവിടെ നിന്ന് മദീനയിലേക്ക് ഉള്ള യാത്രയിൽ ഓർ സൗറിൽ കടന്നിരുന്നപ്പോൾ ആ ഓർ സൗറിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടും ഈ ശത്രുക്കൾക്ക് റസൂലുള്ളാഹി തങ്ങളെ കാണാനോ സിദ്ദീഖ് അല്ലാഹുവിനെ അപകടപ്പെടുത്താനോ അവർക്ക് കഴിഞ്ഞില്ല. അതൊക്കെ അള്ളാഹുവിൻ്റെ സംരക്ഷണമാണ്. അവിടുന്ന് മുസ്ലിം അള്ളാഹുവിന് പറയാണ്, അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടായാൽ നമ്മൾ ഡബിൾ അങ്കികളോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ അങ്കികളോ ധരിച്ചുകൊണ്ട് സംരക്ഷണം നേടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഉയർന്ന സ്ഥലത്തുള്ള സംരക്ഷണ കോട്ടകൾ, അതിൽ കടന്നുകൊണ്ട് നമുക്ക് സംരക്ഷണവും നമുക്ക് സുരക്ഷിതത്വവും നമുക്ക് ലഭിക്കേണ്ട കാര്യമില്ല. മറിച്ച് അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ ഏത് ജനക്കൂട്ടത്തിൽ വെച്ചും സംരക്ഷിക്കാൻ കഴിയും. ഇവിടെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സിദ്ദീഖുൽ അക്ബറിനെയും സംരക്ഷിച്ചല്ലോ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം വിഖായത്തുല്ലാഹി, അള്ളാഹുവിൻ്റെ സംരക്ഷണം, അള്ളാഹുവിൻ്റെ സേഫ്റ്റി, അഗ്നത്ത് അത് ഐശ്വര്യമാക്കിയിരിക്കുന്ന മുളഅഫതി മിനദ്ദുറുഇ, അങ്കികളിൽ നിന്നുള്ള ഡബിളുകൾ, ഇരട്ടികൾ, അതിനെ തൊട്ട് ഐശ്വര്യമാക്കിയിരിക്കുന്നു. വഅൻ ആലിൻ മിനൽ ഉതുമി, സംരക്ഷണ കോട്ടയിൽ നിന്ന് ഉയരത്തിലുള്ളതിനെ തൊട്ടും അത് ഐശ്വര്യമാക്കിയിരിക്കുന്നു. അപ്പോൾ വിഖായത്തുല്ലാഹ് എന്ന് പറഞ്ഞ അർത്ഥം അള്ളാഹുവിൻ്റെ കാവൽ, അള്ളാഹുവിൻ്റെ സംരക്ഷണം എന്നാണ് അർത്ഥം. അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മദ്ഹുകൾ പറയുവാനും അത് കേൾക്കുവാനും അവിടുത്തെ സുന്നത്ത് അനുസരിച്ച് ജീവിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ.